Hello students, so our new subject is Mechanics of Machinery. ഇതൊരു വളരെ ഈസി ആയിട്ടൊരു പേപ്പറാണ് അൺലെസ് നമ്മൾ ഓരോ ടോപ്പിക്കും ഇതിൽ കുറേ ഗ്രാഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുവാണ്, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അഡീഷണലൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ സബ്ജക്റ്റ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടെയാണ്. സോ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഓരോ ടോപ്പിക്കും വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ സിലബസിൽ ആദ്യം കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വൺസ് ഈ ടോപ്പിക്ക് കഴിയുന്നതിന് ശേഷം ഇത് ഓൾമോസ്റ്റ് ഈ എഴുതിയിരിക്കുന്ന എല്ലാം ഫസ്റ്റ് മൊഡ്യൂളിലെ തിയറി ടോപ്പിക്സ് ആണ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വെലോസിറ്റി അനാലിസിസ് വരുന്നു, അതെല്ലാം പിന്നെ ക്യാംസിൻ്റെ ഡ്രോയിങ് വരുന്നു. ഇതെല്ലാം ഗ്രാഫിക്കലായിട്ടുള്ള അപ്രോച്ചാണ്. സോ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളിലും നമുക്ക് മെയിനായിട്ട് രണ്ട് ടോപ്പിക്സാണ് വരുന്നത്. ഒന്ന് തിയറി പാർട്ടും രണ്ടാമത്തത് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അനാലിസിസ് ആണ്. അപ്പോൾ ഈ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അനാലിസിസ് ഗ്രാഫിക്കലാണ്, അത് നമ്മൾ വരച്ചാണ് ആൻസേഴ്സ് സോൾവ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ ഓർ പാർട്ടായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ടോപ്പിക്കിൽ തന്നെ ചിലത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ചിലതൊക്കെ വെറും ജസ്റ്റ് 1 or 2 വേർഡ്സ് തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ സബ്ജക്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇതിൽ ഓരോ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്ത് പോവാം. ഫസ്റ്റ് നമ്മളിതിൽ കാണുന്നത് കൈനമാറ്റിക് ലിങ്ക് ആണ്. കൈനമാറ്റിക് ലിങ്ക് മീൻസ് നമ്മൾ പല കൈൻഡ് ഓഫ് മെഷീൻസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പം ഈ മെഷീൻസിലൊക്കെ ഒരു ലിങ്ക്, അതായത് ഏതെങ്കിലും ഒരു കണക്ഷനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലിങ്ക് ഒരെണ്ണം ഫിക്സ് ചെയ്തിരിക്കാം, വേറൊരു ലിങ്ക് ഇതിനെ ബേസ് ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ കുറേ മെമ്പേഴ്സിനെയാണ് നമ്മൾ ലിങ്ക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ലിങ്ക്. നമുക്ക് മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ലിങ്ക് ആണ് വരുന്നത്: റിജിഡ് ലിങ്ക്, ഫ്ലെക്സിബിൾ ലിങ്ക് ആൻഡ് ഫ്ലൂയിഡ് ലിങ്ക്. റിജിഡ് ലിങ്ക് മീൻസ് ഇപ്പം നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇതിന് ഒരു ഡീഫോർമേഷൻ സംഭവിക്കാണ്ട് റിജിഡായിട്ട് ആ മൂവ്മെൻറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ റിജിഡ് ലിങ്ക്. നൗ ഫ്ലെക്സിബിൾ ലിങ്ക് മീൻസ് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡീഫോർമേഷൻസ് ഈ ലിങ്കിന് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഫ്ലെക്സിബിൾ ലിങ്ക് എന്ന് പറയുന്നു. ആൻഡ് ഫ്ലൂയിഡ് ലിങ്ക് മീൻസ് നമ്മളിപ്പം ഡിസ്ക് ബ്രേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡാണ് അതിനെ പുഷ് ചെയ്ത് ആ ബ്രേക്ക് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു ഫ്ലൂയിഡിൽ കൂടെയാണ് ആ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഹൈഡ്രോളിക് ജാക്ക് വണ്ടിയൊക്കെ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പൊക്കുന്നത്, JCBയുടെ ആം, ഇതെല്ലാം ഫ്ലൂയിഡ് യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഫ്ലൂയിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് എ ഫ്ലൂയിഡ് ലിങ്ക്. സോ കൈനമാറ്റിക് ലിങ്കായി, ടൈപ്സ് ഓഫ് ലിങ്കായി. നെക്സ്റ്റ് ഈസ് എ കൈനമാറ്റിക് പെയർ. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് 2 or more ലിങ്ക്സ് നമുക്കുണ്ടെങ്കിൽ ഒരു ലിങ്കിനെ ബേസ് ചെയ്ത് മറ്റേ ലിങ്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്തെന്ന് പറയാം, ഇസ് എ കൈനമാറ്റിക് പെയർ. ആൻഡ് ദെൻ ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻ. സോ ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻസിൽ നമുക്ക് മെയിനായിട്ട് 3 എണ്ണമാണ് വരുന്നത്: കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ ആൻഡ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. ഇതിൽ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഷാഫ്റ്റും ഉണ്ട്, ഒരു ഹോളും ഉണ്ട്. നമുക്ക് വേണ്ടത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ മാത്രമാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ റൗണ്ട് ഷാഫ്റ്റാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തിന് ടെൻഡൻസി ഉണ്ടാവും? ടെൻഡൻസി ടു റൊട്ടേറ്റ്. അപ്പം അത് കാരണം നമുക്കിപ്പം വേണ്ടത് ടു ആൻഡ് ഫ്രോ മോഷൻ മാത്രമാണെങ്കിൽ വി ക്യാൻ ഡിസൈൻ ഇറ്റ് ആസ് എ സ്ക്വയർ ബാർ. അപ്പോൾ സ്ക്വയറായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരിക്കലും സ്ക്വയർ ഹോളിൽ സ്ക്വയർ ഷാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദ ഒൺലി പോസിബിലിറ്റി ഈസ് ടു മൂവ് ടു ആൻഡ് ഫ്രോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻകംപ്ലീറ്റ്ലി മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കുലർ ഷാഫ്റ്റ് ഇൻ എ സർക്കുലർ ഹോൾ. അപ്പോൾ അതിന് എന്ത് വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഐദർ ഇറ്റ് വിൽ റൊട്ടേറ്റ് ഓർ ഇറ്റ് വിൽ ഗോ ടു ആൻഡ് ഫ്രോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ദെൻ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മീൻസ് നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് കൊടുത്ത് അതിനെ ആ ഒരു രീതിയിൽ വച്ചിരിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്. എക്സാമ്പിൾ ഇപ്പോൾ ഈ ഫിഗറിൽ ഈ ഒരു ഷാഫ്റ്റിന് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ ഒരു ഹോളിനകത്ത് വെച്ചിരിക്കുന്നു. സോ ദാറ്റ് ഇറ്റ് കനോട്ട് ഗോ അപ്പ്. ഒൺലി പോസിബിലിറ്റി ഈസ് ടു റൊട്ടേറ്റ്. അപ്പോൾ അങ്ങനെ ഫോഴ്സ് യൂസ് ചെയ്ത് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. നെക്സ്റ്റ് ഈസ് എ കൈനമാറ്റിക് ചെയിൻ. ഒരു കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ കുറേ കൈനമാറ്റിക് ലിങ്ക്സിൻ്റെ ഒരു അസംബ്ലിയാണ് നമ്മൾ കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കൈനമാറ്റിക് ചെയിൻ ഉണ്ടാക്കുമ്പോഴും അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മോഷൻ ട്രാൻസ്മിഷൻ ഉണ്ടാവും. ഇപ്പം ഈ ഫിഗറിൽ കാണുന്നത് ഒരു 4 ബാർ കൈനമാറ്റിക് ചെയിനാണ്.
അപ്പോൾ ഈ 4 ബാർ കൈനമാറ്റിക് ചെയിനിൽ നമ്മൾ ഒരു ലിങ്കിനെ ഫിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻപുട്ട് ആയിരിക്കും, ഇത് ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പം ഈ ഇൻപുട്ട് ലിങ്കിൽ നമ്മളൊരു മോഷൻ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ലിങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുന്നു. സോ ഇങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ലിങ്ക്സ് യൂസ് ചെയ്ത് ഒരു മെക്കാനിസം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ്. അപ്പോൾ ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്സ് ഉണ്ട് മെയിനായിട്ട്: ബൈനറി ജോയിൻറ്റ്, ടെർണറി ജോയിൻറ്റ് ആൻഡ് ക്വാട്ടർണറി ജോയിൻറ്റ്. അപ്പം നമ്മൾ ഇക്വേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നതെല്ലാം ബൈനറി ജോയിൻറ്റ്സ് ആണ്. അപ്പം എവിടെയെങ്കിലും നമുക്ക് ടെർണറി ജോയിൻറ്റോ ക്വാട്ടർണറി ജോയിൻറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബൈനറി ജോയിൻറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ കൺവേർഷൻ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഇവിടെ എത്ര നമ്പർ ഓഫ് ജോയിൻറ്റ്സ് ഉണ്ട്? ഒരു 1, 2, 3 and 4 ജോയിൻറ്റ്സിൻ്റെ നമ്പർ ടോട്ടൽ 4 ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമുക്ക് എത്ര ജോയിൻറ്റ്സേ തോന്നുള്ളൂ? 1, 2, 3, 4, 5. ബട്ട് ദ ആൻസർ ഈസ് റോങ്. ബിക്കോസ് ഇതും ഈ 2 പോയിൻറ്റ്സ് നമ്മുടെ ജോയിൻറ്റിൻ്റെ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത് ടെർണറി ജോയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അറിയാം 1 ടെർണറി ജോയിൻറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈനറി ജോയിൻറ്റ്സ്. സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7. The total number of joints converted to binary will be equal to 7. And if a quaternary joint comes, 1 quaternary joint, അതായത് ഒരു പോയിന്റിൽ നിന്ന് 4 ലിങ്ക്സ് കണക്റ്റഡ് ആണെങ്കിൽ 1 quaternary joint will be equal to 3 binary joints. സോ എവിടെയെങ്കിലും നമ്മുടെ ഒരു പ്രോബ്ലത്തിൽ ക്വാട്ടർണറി ജോയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ജോയിൻറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ റിലേഷൻ യൂസ് ചെയ്ത് ക്വാട്ടർണറി ജോയിൻറ്റിനെ ബൈനറി ജോയിൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ. നെക്സ്റ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിച്ച് ഈസ് കോൾഡ് ദി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മളിവിടെ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്ന പ്ലെയിൻ മെക്കാനിസംസ് ആണ്. പ്ലെയിൻ മെക്കാനിസംസ് എന്ന് പറയുന്നത് നമ്മളൊരു 2D പ്ലെയിനിൽ കാണിച്ചിട്ടുള്ള മെക്കാനിസമാണ്. അപ്പോൾ അതിനൊരു 3 ഡയമെൻഷണൽ മൂവ്മെൻറ്റ് ഇവിടെ പോസിബിൾ അല്ല. സോ ദാറ്റ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻപുട്ട് മോഷൻ ഒരു പ്ലെയിൻ മെക്കാനിസത്തിന് കൊടുക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് ഔട്ട്കംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷനിൽ പോകുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു തരാം. അപ്പം ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ചിന്തിക്കാം ഇതിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ ആണ്. അല്ലാണ്ട് നമുക്ക് ഇക്വേഷൻ വഴി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വിൽ ഗോ ദി വിഷ്വലൈസിങ് മെത്തേഡ്. ഇതൊരു 3 ബാർ മെക്കാനിസം ആണ്. അപ്പോൾ ഇതിൽ എപ്പോഴും നമുക്കൊരു മെക്കാനിസം പോസിബിൾ ആവണമെങ്കിൽ നമ്മൾ ഒരു ലിങ്കിനെ ഫിക്സ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു ലിങ്കിനെ ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു 2 ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ബേസ് ലിങ്ക് ഫിക്സ്ഡ് ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന് മൂവ്മെൻറ്റ് ഇല്ല. ഒരിക്കലും ഒരു ട്രയാങ്കിളിന് താഴെ ബേസ് ഫിക്സ്ഡ് ആണെങ്കിൽ ഇതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഫോർ എ ട്രയാങ്കിൾ അല്ലെങ്കിൽ 3 ലിങ്കുള്ള ഒരു മെക്കാനിസം ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. കാര്യം അതിനൊരു മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നൗ ഇഫ് യു കം ടു എ 4 ബാർ മെക്കാനിസം, അപ്പോൾ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം, മിനിമം നമുക്കൊരു മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാവ് മിനിമം 4 ലിങ്ക് ആയിരിക്കണം. അതായത് ഒരു കൈനമാറ്റിക് ചെയിനിലാണ്. ഇപ്പോൾ 2 എണ്ണം മാത്രമായിട്ട് ഇരുന്നിട്ട് അതിന് മൂവ്മെൻറ്റ് ചെയ്യാം. ബട്ട് ഫോർ എ കൈനമാറ്റിക് ചെയിൻ ടു ട്രാൻസ്മിറ്റ് മോഷൻ മിനിമം നമുക്ക് 4 ലിങ്ക്സ് റിക്വയർഡ് ആണ്. അപ്പം ഈ 4 മെമ്പേഴ്സ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് വി ഹാവ് എൻ ഇൻപുട്ട് ലിങ്ക്, വി ഹാവ് എൻ ഔട്ട്പുട്ട് ലിങ്ക് ആൻഡ് എ കപ്ലർ. അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ ഒരു ക്ലോക്ക് വൈസ് മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടും എങ്ങനെയായിരിക്കും പോകുന്നത്? ക്ലോക്ക് വൈസ്. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടും എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നമുക്ക് 1 കൈൻഡ് ഓഫ് ഇൻപുട്ട് മോഷന് 1 കൈൻഡ് ഓഫ് ഔട്ട്പുട്ട് മോഷനാണ് ഉള്ളത്. സോ അതുകൊണ്ട് ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1. ആൻഡ് ദിസ് ഈസ് എ 5 ബാർ മെക്കാനിസം. 5 ലിങ്ക് ഉണ്ട്. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്കിവിടെ ഇതിപ്പോൾ റിജിഡ് ലിങ്ക്സ് ആണ് ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്നു. ഇതിന് ഒരു ക്ലോക്ക് വൈസ് മോഷൻ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടും എങ്ങനെ തന്നെ വരുന്നു? ഒരു ക്ലോക്ക് വൈസ് ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടുന്നു. സപ്പോസ് ഈ ലിങ്ക് വളരെ വീക്കാണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ ചില കുടകളിലൊക്കെ 2 ലിങ്ക്സ് ഉണ്ടെങ്കിൽ അത് ചിലപ്പം വളരെ ലൂസായിട്ടിരിക്കുന്ന കുട നമുക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു ലിങ്കാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങോട്ടൊരു മോഷൻ കൊടുക്കുമ്പോൾ ഇത് ഒടിഞ്ഞങ്ങ് പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പം ഇത് അകത്തോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ലിങ്കിന് എങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടാവും? ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നമ്മൾ ഒരേ കൈൻഡ് ഓഫ് ഇൻപുട്ട് മോഷന് തന്നെ നമുക്ക് 2 ഔട്ട്കം പ്രതീക്ഷിക്കാം. ഐദർ ക്ലോക്ക് വൈസ് ആയിട്ട് ഔട്ട്പുട്ട് പോവാം, ഇല്ലെങ്കിൽ ഇത് വീക്ക് ആണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസും വരാം. അപ്പം ദർ ഈസ് 2 ഔട്ട്പുട്ട്സ് ഫോർ എ സിംഗിൾ ഇൻപുട്ട് മോഷൻ.
ഇതിനെ നമുക്ക് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയാം? 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇനി ഇതിന് ഒരു ഇക്വേഷനായിട്ട് നമുക്ക് കുഷ്ബാക്ക് ക്രൈറ്റീരിയൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3 × L-1 - 2j - h, where this n represents the number of degrees of freedom, L is the number of links, J is the number of joins and H is the number of higher pair. ഹയർ പെയർ ഇല്ലാത്ത പ്രോബ്ലത്തിലാണെങ്കിൽ ഈ H 0 ആയിട്ട് അസ്യൂം ചെയ്യാം. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന 5 ഫിഗറിലും ഹയർ പെയർ ഇല്ല. അത് വരുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ 5 ഇക്വേഷൻസിൽ 5 ഫിഗേഴ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കുഷ്ബാക്ക് ക്രൈറ്റീരിയനിൽ ഇത്രയേ ഉള്ളൂ. 3 × L-1 - 2j. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് n is equal to 3 × നമ്പർ ഓഫ് ലിങ്ക്സ് ഇവിടെ എത്രയാണ്? 1, 2 and 3. So 3 - 1, 2 - 2 × number of joins 1, 2 and 3. 2 × 3. So we will get the answer as 0. So degree of freedom by equation എത്ര കിട്ടി? 0 കിട്ടി. Now for a 4-link mechanism 1, 2, 3 and 4. n is equal to 3 × L-1 is 4 - 1, that is 3, minus 2 × number of joins is 1, 2, 3 and 4. So 3 × 3 9 minus 8, that is 1. So degree of freedom നമുക്ക് എത്ര കിട്ടി? 1. And ഇവിടെ 5 for this 5 bar mechanism 1, 2, 3, 4, 5 5 links നമുക്കുണ്ട്. So n is equal to 5 in so n is equal to 3 × 5 minus 1, that is 4, minus 2 × j is 1, 2, 3, 4 and 5. So 12 minus 10 will get the answer as 2. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി അതേ ആൻസർ തന്നെ നമുക്ക് കിട്ടുന്നു. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 2. ആൻഡ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ 4 bar മെക്കാനിസം 5 bar മെക്കാനിസം. ബട്ട് ഈ ഒരു 5th ലിങ്കിനെ നമ്മൾ ഇങ്ങനെ ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ലൈക്ക് 2 triangles. അപ്പോൾ ഒരു 3 bar മെമ്പറിനാണെങ്കിൽ നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായി? 0 ആയി. സോ ഇവിടെ എത്ര കിട്ടുമെന്ന് നോക്കാം. സോ n ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5. 3 × 5 minus 1 is 4 minus 2 × number of joins. ഇവിടെയാണ് നമ്മുടെ ബൈനറി ആൻഡ് ടെർണറി നമ്മൾ പഠിച്ചതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഈ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ സിംഗിൾ ജോയിൻറ്റ്. സോ ഫസ്റ്റ് ജോയിൻറ്റ് ഇത് ഒരു ടെർണറി ജോയിൻ്റ് ആയതുകൊണ്ട് ഇവിടെ 2 ജോയിൻറ്റ്സ് നമുക്ക് അഡീഷണൽ വരുന്നു. സോ ഇതും കൂടെ വരുമ്പോൾ ഇറ്റ് വിൽ ബി 3. ആൻഡ് ദിസ് ഈസ് എ ബൈനറി ജോയിൻറ്റ്, സോ 4. ആൻഡ് ഇവിടെ എത്ര എണ്ണം വരുന്നു? ഇതും ഒരു ടെർണറി ആയതുകൊണ്ട് ഇതിനെ 2 ആയിട്ട് കൂട്ടുക. സോ ദിസ് വിൽ ബി 6. So totally there are 6 joints here. So 2 × 6. അപ്പോൾ ആൻസർ എന്ത് വരും? 12 minus 12, that is equal to 0. So 5 bar ലിങ്ക് മെക്കാനിസത്തിൽ തന്നെ നമുക്ക് ഒരിടത്ത് 2 കിട്ടുന്നു, വേറൊരു സ്ഥലത്ത് 0 വരുന്നു. സോ എല്ലാ 5 ബാറിലും നമുക്ക് 2 ആണ്, അല്ലെങ്കിൽ എല്ലാ 5 ബാറും 0 ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ലിങ്ക് ഏത് രീതിയിലാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടുന്നത്. ആൻഡ് ഹിയർ ദിസ് ഇസ് എ 6 bar മെക്കാനിസം. ആൻഡ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി ഈക്വൽ ടു 3 × 6 minus 1 is 5 minus 2 × number of joints is 2, 4, 6, 8. So 3 × 5, 15 minus 16, that is minus 1. So degree of freedom നമുക്ക് ഇവിടെ -1 എന്ന് കിട്ടി. These structures are called redundant structures. അതായത് even if one link fails, എന്ത് കണ്ടീഷനിലോട്ട് പോകും? ഈ കണ്ടീഷനാവും. അവിടെയും ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 0. അപ്പം നമുക്ക് സേഫ്റ്റി കൂടിയ ബ്രിഡ്ജസും അതുപോലെ ഹാങ്ങിങ് ഒബ്ജക്ട്സ് ഒക്കെ ഒരു മോഷൻ ഉണ്ടാകാൻ പാടില്ല. ബട്ട് നമുക്കൊരു സ്ട്രക്ചറായിട്ട് വെയിറ്റ് ബെയർ ചെയ്യുന്നതാണെങ്കിൽ വി വിൽ ഓൾവേസ് ഡിസൈൻ റിഡൻഡൻറ്റ് സ്ട്രക്ചേഴ്സ്. അതായത് ഇപ്പോൾ ഒരു ലിങ്കിൽ ഒരു മെയിൻ്റനൻസ് നടക്കാൻ അത് കട്ട് ചെയ്ത് മാറ്റിയാലും ദ ഹോൾ തിങ് ഷുഡ് നോട്ട് മൂവ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഈ ഒരു ലിങ്കിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം ബിക്കംസ് 1 ആൻഡ് ദ ഹോൾ തിങ് സ്റ്റാർട്ട്സ് മൂവിങ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ മൂവ്മെൻറ്റ് വേണ്ടാത്ത സ്ട്രക്ചേഴ്സിനൊക്കെ വി വിൽ ഓൾവേസ് യൂസ് റിഡൻഡൻറ്റ് സ്ട്രക്ചേഴ്സ് ഫോർ മോർ സേഫ്റ്റി. അപ്പം ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരു ലോവർ പെയർസ് മാത്രം ഉള്ളതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡ്. സീ ദിസ് എക്സാമ്പിൾ ഓഫ് എ ഹയർ പെയർ. അതായത് ഇവിടെ 1 ഫിക്സഡ് ലിങ്ക് 1, 2, 3 ആൻഡ് ദിസ് വീൽ ഈസ് എ ഫോർത്ത് ലിങ്ക്. അപ്പം ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 3 × 4 - 1 മൈനസ് ജോയിൻസ് എത്രയാണ്? 1, 2,
ഇവിടെ 3 ജോയിൻറ്റ്സ്, അപ്പോൾ 2 × 3 മൈനസ് ഹയർ പെയർ എന്ന് പറയുന്ന ഒരു റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്ലി റബ്ബിങ് ആക്ഷൻ അല്ലെങ്കിൽ ഇൻ കോണ്ടാക്റ്റ് ഉള്ള പെയർസിനെയാണ് നമ്മൾ ഹയർ പെയർ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരു പെയറേ നമുക്കുള്ളൂ. സോ ദാറ്റ് ഇറ്റ് ഈസ് 1. സോ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ത് കിട്ടുന്നു? 9 - 6 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ എന്ത് കാണിക്കുന്നു? അതായത് നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് മോഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിന് മൂവ്മെൻറ്റും ഉണ്ടാകുന്നു, അവിടെ തന്നെ ഒരു റൊട്ടേറ്റിംഗ് മോഷനും നടക്കുന്നു. സോ ദാറ്റ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഈ സിസ്റ്റത്തിനുള്ളത്. നെക്സ്റ്റ് വിൽ സ്റ്റഡി അബൌട്ട് ദി ഗ്രഷോഫ്സ് ലോ. അതായത് ഗ്രഷോഫ്സ് ലോ പറയുന്നത് ഇപ്പോൾ ഒരു 4 ബാർ മെക്കാനിസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ഷോർട്ടസ്റ്റ് ലിങ്കും കാണും, ഒരു ലോങ്ങസ്റ്റ് ലിങ്കും കാണും, പിന്നെ വേറെ 2 ലിങ്ക്സും കൂടെ കാണും. ഇതിൻ്റെ ഓരോന്നിൻ്റെ ലെങ്ത് ആണ് ഞാൻ ഈ ലെറ്റേഴ്സ് വഴി കാണിച്ചത്. എസ് ആണ് ഇതിൻ്റെ ലെങ്ത്, എൽ ആണ് ഇതിൻ്റെ ലെങ്ത്, എയും ബിയും വേറെ 2 ലിങ്ക്സിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഫോർ എ 4 ബാർ മെക്കാനിസം ഇഫ് ദർ ഈസ് ടു ബി എ കണ്ടിന്യൂസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലിങ്ക്സ്, എപ്പോഴും ദ സം ഓഫ് ഷോർട്ടസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ലിങ്ക് ലെങ്ത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദി അതർ 2 ലെങ്സ്. അതായത് ഇവിടെ ഇപ്പം എസ്സും എല്ലിൻ്റെയും കൂടെ ഉള്ള സം ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് അതർ 2. ഈ ഒരു കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂസ് റിലേറ്റീവ് മോഷൻ ഈ ലിങ്ക്സ് തമ്മിൽ കിട്ടത്തുള്ളൂ. സോ ഈ കണ്ടീഷനെയാണ് നമ്മൾ ഗ്രഷോഫ്സ് ലോ എന്ന് പറയുന്നത്. അതായത് സം ഓഫ് ഷോർട്ടസ്റ്റും ലോങ്ങസ്റ്റും ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഷോർട്ടസ്റ്റ് ആണ്, ഇത് ലോങ്ങസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു കൈനമാറ്റിക് ചെയിനിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ A+B നമുക്ക് എവിടെ കൊണ്ട് മുട്ടിക്കാൻ പറ്റില്ല, നമ്മുടെ ഒരു കൈനമാറ്റിക് ചെയിൻ ആക്കാൻ തന്നെ പോസിബിൾ ആവാണ്ടായി പോവും. സോ അതാണ് ഈ ലോ പറയുന്നത്, ദാറ്റ് ഈസ് ഗ്രഷോഫ്സ് ലോ. സോ നെക്സ്റ്റ് ഈസ് എ ക്രൈറ്റീരിയ കോൾഡ് ഗ്രബ്ലേഴ്സ് ക്രൈറ്റീരിയ. ആൻഡ് അതിൽ ഒരു നമ്മൾ നേരത്തെ കുഷ്ബാക്ക് ക്രൈറ്റീരിയ കണ്ടായിരുന്നു. ഈ കുഷ്ബാക്ക് ക്രൈറ്റീരിയയിൽ N1 ഉം H0 ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഗ്രബ്ലേഴ്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് n = 1 ഹിയർ 3 × L - 1 - 2j - 0, ഓർ ഇവിടെ നിന്ന് നമുക്ക് 1 = 3L - 3 - 2j, ഓർ 3L - 2j - 4 = 0. This condition is called the Grubler's criteria.